എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മാത്സ് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. 12ാമത്തെ ചോദ്യമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ചോദ്യം. ഒരാൾ 10 കിലോമീറ്റർ എങ്ങോട്ടാണ് നടക്കുന്നത്? പടിഞ്ഞാറോട്ട് നടക്കുന്നു. അവിടെ നിന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും ഇടത്തോട്ട് 13 കിലോമീറ്റർ നടന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അധികവും കാണാറുണ്ട് അല്ലേ? ഇത് സിമ്പിളാണ്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ എക്സ്പ്ലനേഷൻ ഭാഗത്തേക്ക് പോവാം. കാരണം ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഞാനിത് ടെലിഗ്രാമിൽ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഉടനെ ഞാൻ ക്വസ്റ്റ്യനും ഈ വീഡിയോൻ്റെ ലിങ്കും അതിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒരാൾ 10 കിലോമീറ്റർ എങ്ങോട്ടാണ് നടക്കുന്നത്? പടിഞ്ഞാറോട്ടാണ് നടക്കുന്നത് 10 കിലോമീറ്റർ. ശേഷം അവിടെ നിന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടക്കുന്നു. 4 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇടത്തോട്ട് 13 കിലോമീറ്റർ പോകുന്നു. 13 കിലോമീറ്റർ. ഞാൻ കിലോമീറ്ററിനൊന്നും എഴുതുന്നില്ല, നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടന്നാൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ എയിൽ നിന്നാണ് തുടങ്ങിയതെന്ന് വിചാരിക്കുക. ഇതാണ് പോയിന്റ്. ബിയിലാണ് അവസാനിച്ചത്. അപ്പം ഈ ഒരു ദൂരമാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്കിവിടെ ഒരു ത്രികോണം കാണാൻ കഴിയും അല്ലേ? ഇങ്ങനെ ഒരു ABC എന്ന് പറയുന്ന ഒരു ത്രികോണമാക്കിയിട്ട് ഞാൻ എടുത്തു. മനസ്സിലായല്ലോ? ABC എന്ന് പറയുന്ന ത്രികോണമാക്കിയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കണ്ടെത്തിയാൽ മതി? AB കണ്ടെത്തിയാൽ മതി. ത്രികോണത്തിൻ്റെ 2 സൈഡുകൾ ഉണ്ടെങ്കിൽ 3ാമത്തെ സൈഡ് നമുക്ക് കണ്ടെത്താലോ. മട്ട ത്രികോണത്തിൻ്റെ ഇക്വേഷൻ അറിയാലോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡുകൾ നമുക്ക് ഉണ്ടോ നോക്കാം. BC നമുക്ക് എങ്ങനെ കിട്ടും? ഇത് 10 ഇതും 10. ഓക്കെ, അപ്പോൾ 10ൻ്റെ 3 പോയാൽ 10 3 13. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ടാവും? ബാക്കി 3 സെൻറ്റിമീറ്റർ ഉണ്ടാവും. 3 സെൻറ്റിമീറ്റർ അല്ല, 3 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനിയോ ഈ സൈഡോ? AC എന്ന് പറയുന്ന സൈഡ് എങ്ങനെ കിട്ടും? 4 ആയിരിക്കും അല്ലേ? AC 4, BC 3. അങ്ങനെയെങ്കിൽ നമുക്ക് AB കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ AB ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, എനിക്ക് എന്ത് എഴുതാം? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതാമല്ലോ. പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കേ. അപ്പം AC സ്ക്വയർ എന്താണ്? 4 സ്ക്വയർ ആണ്. 4ൻ്റെ സ്ക്വയർ 16. BC എന്താണ്? 3 ആണ്. BCൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 16 + 9 25. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? AB 5 കിലോമീറ്റർ എന്ന് കിട്ടി. അപ്പം എന്ത് മനസ്സിലായി? തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ ഇപ്പം നിൽക്കുന്നത് എത്ര കിലോമീറ്റർ അകലെയാണ്? 5 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷനിലുണ്ടോ നോക്കാം. ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർ ഒന്നും കൂടി ബാക്കോട്ട് അടിച്ച് കണ്ടാൽ മതി. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കാം. 5 കിലോമീറ്റർ ഇവിടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 5 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 13ാമത്തെ ചോദ്യം നോക്കാം. 2007 ജനുവരി 1 തിങ്കളെങ്കിൽ ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? അപ്പം കലണ്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കലണ്ടർ നമുക്ക് സിലബസിലില്ലെങ്കിലും സിമ്പിളായിട്ടുള്ള 1-2 ചോദ്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? 2007 ജനുവരി 1 തിങ്കളാണ്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1ലേക്ക് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് കണ്ടെത്തുക. അതായത് ബാക്കി വരുന്ന ദിവസമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ബാക്കി ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനുവരി 1 വേണ്ട, ബാക്കി വേണം. ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അതിൽ 1 പോയി. അപ്പോൾ എത്രയായി? 30. പിന്നെയോ ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി 1 തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ട് +1 31 ഡേയ്സ് ആണ് നമുക്കുള്ളത്. ഈ 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 28
3 എന്ന് ശിഷ്ടം കിട്ടും അല്ലേ. ശിഷ്ടം എന്ത് കിട്ടി? 3 കിട്ടി. ഇനി ഈ ശിഷ്ടത്തിനെ മാത്രം നോക്കിയാൽ മതി. എന്ത് ചെയ്യുക? ഈ ശിഷ്ടത്തിന് നമ്മൾ തിങ്കൾ എന്നാണല്ലോ നമുക്ക് ജനുവരി 1 തന്നത്. ഈ തിങ്കളിനോട് 3 കൂട്ടുക. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് കേട്ടോ. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾ നോക്കി വെച്ചേക്കൂ. 2007 ജനുവരി 1 തിങ്കളാണെങ്കിൽ ഫെബ്രുവരി 1 ഏത് ദിവസം എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ശിഷ്ടം കിട്ടും. ആ ശിഷ്ടം എടുത്തിട്ട് തന്ന ദിവസത്തിനോട് കൂട്ടി നോക്കിയിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ വ്യാഴം നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ഇതാ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്, വ്യാഴം. ഓക്കെ ആണോ? ഓക്കെ, 13 ഡി വ്യാഴമാണ് ശരി ഉത്തരം. ഇനി 14 കാർഡിയോളജി. ഈ ഒരു റിലേഷൻ കാണാനുള്ളതാണ്. കാർഡിയോളജി ഹൃദയമാണ്. അങ്ങനെയാണെങ്കിൽ ഹെമറ്റോളജി ഏതാണ് വരിക? കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അതേപോലെ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? ഹെമറ്റോളജി. അപ്പോൾ രക്തമാണ് ഇവിടെ വരിക. രക്തം എവിടെ? ഓപ്ഷൻ ഡി. ഇതാ രക്തം ഇരിക്കുന്നു. 14 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇനി 15 നോക്കൂ. ബിയുടെ സഹോദരിയാണ് എ, ബിയുടെ അമ്മയാണ് സി, സിയുടെ അച്ഛനാണ് ഡി, ഡിയുടെ അമ്മയാണ് ഇ എങ്കിൽ ഡിയുടെ ആരാണ് എ? ഇത് ഞാൻ വായിച്ചു തന്നാൽ നിങ്ങൾക്ക് തലതിരിയും. നിങ്ങൾ സ്വയം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായത് പറഞ്ഞുതരാം. 15ാമത്തെ ചോദ്യമാണ്, നോക്കി നോക്കൂ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണൂലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മതി. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയുടെ സഹോദരിയാണ് എ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബി ഇതാ, ബിയുടെ സഹോദരി എ. അപ്പം സഹോദരി എന്നുള്ളത് നമുക്ക് സഹോദരി സ്ത്രീ ആണല്ലോ. അപ്പം നമ്മൾ സാന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ശ്രദ്ധിക്കുക. ബിയുടെ അമ്മയാണ് സി. അപ്പോൾ ബീൻ്റെ അമ്മ അതായിരിക്കുന്നു. ഇതും ഒരു സ്ത്രീയാണല്ലോ, നമുക്ക് ഫീമെയിൽ ഇങ്ങനെ ഇടാം, ഫീമെയിലാണ് സി. ഇനിയോ സിയുടെ അച്ഛനാണ് ഡി. ഇനി സിൻ്റെ മേലെ ആരിപ്പുണ്ട്? ഡി ഇരിപ്പുണ്ട്. ഡി എന്താണ്? മെയിലാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, മെയിലാണ്. ഇനി അടുത്തത് എന്താണ്? ഡിയുടെ അമ്മ. വീണ്ടും മുകളിലേക്ക് പോയി. ഡിയുടെ അമ്മയാണ് ആര്? ഇത് മേലേക്കാണ് ഏരോ പോകുന്നത്. ഇങ്ങനെയാണ് ഏരോ പോയിട്ടുള്ളത്. ഓക്കെ, ഡിയുടെ അമ്മയാണ് ഈ അപ്പം എന്താണ്? ഫീമെയിലാണ്. ഈ ഒരു ഫീമെയിലാണ്. നിങ്ങളൊന്നെങ്കിൽ പ്ലസ് മൈനസ് ചിഹ്നം ഇട്ടാൽ മതി കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. ഇപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്? ഫീമെയിലോ നെഗറ്റീവ് മെയിലോ അതെങ്ങനെയാണോ നിങ്ങളെടുത്ത് അതിനനുസരിച്ച് കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ ഫീമെയിൽ മെയിൽ എന്നാണ് എഴുതുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി പറയാണ്. ആദ്യം എന്താണ്? ബിയുടെ ഇവിടുന്ന് എഴുതാം, അതായത് മേലേക്കായിപ്പോയല്ലോ. ബിയുടെ സഹോദരിയാണ് എ. എ എന്താണ്? ഫീമെയിലാണ്. ഓക്കെ, ഇനിയോ ബിയുടെ അമ്മ മുകളിലേക്കാണ്. ആരാണുള്ളത്? സി. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയാണല്ലോ, അപ്പോൾ ഫീമെയിൽ. ഇനിയോ സിയുടെ അച്ഛനാണ് ഡി. അപ്പോൾ ഇവിടെ ഡി ആണ് ഇരിക്കുന്നത്, ഡി മെയിൽ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഡിയുടെ അമ്മയാണ് ഇ. ഡിയുടെ അമ്മയാണ് ഇ ഫീമെയിൽ. ഓക്കെ, ഇത്രയും നമ്മളോട് പറഞ്ഞു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിയുടെ ആരാണ് എ എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിയുടെ ആരാണ് എ. അപ്പം ഡിക്ക് എയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇതിനകത്തുനിന്ന് എന്താ മനസ്സിലായത്? ഡിയുടെ മകളാണല്ലോ സി. സിൻ്റെ 2 മക്കളാണ് ബിയും എയും. കാരണം എന്താ? ബിയുടെ സഹോദരിയാണ് എ എന്ന് പറഞ്ഞിട്ടില്ലേ തുടക്കത്തിൽ തന്നെ? എന്താ പറഞ്ഞത്? ബിയുടെ സഹോദരിയാണ് എ. അപ്പം എയും ബിയും ഒരമ്മ പെറ്റ മക്കളാണ്. സി ആണ് അമ്മ, സിൻ്റെ അച്ഛനാണ് ഡി. അപ്പം ഡിയുടെ മകളുടെ മകൾ എന്നെങ്ങനെ മനസ്സിലായി? എഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. അപ്പം ഡിയുടെ മകളുടെ മകളാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? 15. നമുക്ക് നോക്കി നോക്കാം, മകളുടെ മകളുണ്ടോ നോക്കി നോക്കാം. 15 ഓപ്ഷൻ ബി. ഇതാ മകളുടെ മകൾ എന്ന്. ഞാൻ വരച്ച പോലെ കോംപ്ലിക്കേഷൻ ആക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു അങ്ങനെ വരച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മകളുടെ മകളാണ് ആൻസർ വരിക. 16 നോക്കാം. എക്ക് ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. ബിക്ക് സിയുടെ ഇരട്ടി വയസ്സുണ്ട്.
3 പേരുടെയും വയസ്സുകളുടെ തുക 27 ആണെങ്കിൽ ബിയുടെ വയസ്സ് എത്ര? ഇത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ്. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നത് അതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്ക് ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണ്, ബിക്ക് സിയുടെ ഇരട്ടി വയസ്സുണ്ട്. അപ്പം നമുക്ക് സി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. ശേഷം ബി എന്താണ് പ്രത്യേകത? ബിക്ക് സിയുടെ ഇരട്ടി വയസ്സുണ്ട്, ബി ഇസ് ഈക്വൽ ടു 2x. അതിനുശേഷം എനെ കുറിച്ച് എന്താ അറിയുന്നത്? എക്ക് ബിയേക്കാൾ 2 വയസ്സ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പം 2x+2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സിയും ബിയും എയും എടുത്തത് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ എല്ലാം കൂടി തുക എന്ത് തന്നിട്ടുണ്ട്? 27 എന്ന് തന്നിട്ടുണ്ട്. അതായത് a+b+c ഇസ് ഈക്വൽ ടു 27. അപ്പം നമുക്ക് ഇതിനെല്ലാത്തിനെയും കൂടി കൂട്ടാം. x+2x+2 ഇസ് ഈക്വൽ ടു 27 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കേ. ഈ 2നെ കൂട്ടരുത് കേട്ടോ, ഈ 2നെ കൂട്ടരുത്, അത് +2 തന്നെ എഴുതണം. ഇതെല്ലാം നമുക്ക് കൂട്ടാം അല്ലേ? 2 2 4 1 5. 5x+2 ഇസ് ഈക്വൽ ടു 27 എന്നായി. അതിനകത്ത് നിന്നും 5x ഇസ് ഈക്വൽ ടു, ഈ +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആവും. അതായത് 27 - 2 ഇസ് ഈക്വൽ ടു 25 എന്നാവും. ദെൻ x ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 25/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് എനിക്ക് ആൻസർ കിട്ടി. ഇവിടെ നിർത്താവോ? പാടില്ല. നമ്മളോട് ചോദിച്ചത് എന്താണ്? ബിയുടെ വയസ്സ് എത്ര? ബി ഇതാ 2x ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് എനിക്ക് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ ചെയ്തത് എങ്ങനെയാണ്? ബി 2x ആണ്. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് ബി 10 എന്ന് കിട്ടി. നമുക്ക് ഓപ്ഷനിലുണ്ടോ നോക്കാം. 16ാമത്തെ ചോദ്യമായിരുന്നു. 16 ഓപ്ഷൻ സി ആണ്, 10 ആണ് ശരിയായ ഉത്തരം കേട്ടോ. ബീൻ്റെ വാല്യൂ 10 ആണ് നമുക്ക് കിട്ടിയത്. ശരി, 17ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ പെൻസിലിനെ നമ്മൾ ഇങ്ങനെ RGPEKN എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റിനെ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കിത് തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് വന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പെൻസിലിനെ RGPEKN എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കി നോക്കാം. ഓക്കെ, പെൻസിൽ അവിടെ നിന്ന് തന്നെ നോക്കാനേ ഉള്ളൂ, പിന്നെ ഞാൻ എഴുതി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് തന്നിരിക്കുന്നത്? RGPEKN ഇങ്ങനെയാണ് തന്നത്. PQR അതായത് +2. പിന്നോട് 2 കൂട്ടിയാലാണ് എനിക്ക് 6 കിട്ടുക. ബാക്കി എല്ലാം നോക്കുമ്പോൾ +2 ആണ് വരുന്നത്. അതായത് EFG രണ്ടാമത് G, NOP, CDE, IJK. അതായത് ഓരോന്ന് വിട്ടാണ് ഓരോന്ന് വരുന്നത്. ഒന്നെങ്കിൽ P+2 എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോന്ന് ഇടവിട്ടിട്ടുള്ള ലെറ്റേഴ്സാണ് അടുത്തത് വരുന്നത്. അതേപോലെ നമുക്ക് ക്രിക്കറ്റ് എഴുതി നോക്കിയാലോ. CRICKET ഓരോന്ന് ഇടവിട്ടിട്ടുള്ളത് താഴെ എഴുതി നോക്കാം. CDE ആണ് നമുക്ക് വേണ്ടത്. RST ആണ് വേണ്ടത്. IJK ആണ് വേണ്ടത്. CDE ആണ് എഴുതേണ്ടത്. KLM എഴുതുക, EFG എഴുതുക, TUV എഴുതുക. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അത് തമ്മിലുള്ള ബന്ധം വരുന്നത്. എഴുതിയപ്പം കുറച്ച് ചരിഞ്ഞു പോയിന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? വേറെ കളറിൽ എഴുതണോ? അതായത് സിൻ്റെത് E, R കഴിഞ്ഞ് T, IKCEKMEG TV. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. ETKEMGV നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് ഞാൻ നോക്കി വരാം. ETKEMGV ഇതാ നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 17 ഓപ്ഷൻ സി ആണ് വരുന്നത്. 18ാമത്തെ ചോദ്യം. ഒരു വരിയിൽ രാഹുലിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 10, ഗോകുലിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് 10. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ ആരൊക്കെ? ഈ രാഹുലും ഗോകുലും സ്ഥാനം മാറി. അപ്പോൾ രാഹുലിൻ്റെ കാര്യമാണ് പറയുന്നത്. രാഹുൽ മുന്നിൽ നിന്ന് 20ആയി. അതായത് രാഹുൽ ആദ്യം എവിടെയായിരുന്നു? 10ാമതായിട്ടായിരുന്നു നിന്നത്. ഗോകുല് ബാക്കിൽ നിന്ന് 10ാമതായിട്ടായിരുന്നു നിന്നത്. ഓക്കെ, ഈ രാഹുലും ഗോകുലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം രാഹുൽ എത്രാമതായിട്ട് മാറി? 20ാമത്തതായിട്ട് മാറി. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം.
പരസ്പരം മാറിയ സ്ഥാനം, അതായത് രാഹുൽ 10-ൽ നിന്ന് 20 മാറിയല്ലോ. ഈ ഒരു സ്ഥാനത്തോട് നമ്മൾ പിറകിൽ നിന്നുള്ള സ്ഥാനം കൂട്ടുക. അതായത് 20-ാമത്തേതായിട്ടാണ് മാറിയത്. ഇത് ശരിക്കും എത്രാമത്തെയായിരുന്നു? ഗോകുൽ അവിടുന്ന് 10-ാമത്തെയാന്ന് പറഞ്ഞ പൊസിഷനിലാണ് രാഹുൽ ഇവിടുന്ന് ഇങ്ങോട്ട് 20-ാമത്തെ ആയിട്ട് നിന്നത്. അപ്പോൾ പിറകിൽ നിന്നുള്ള സ്ഥാനം എത്രയാ? 10 എനിക്ക് മനസ്സിലായി. അത് കൂട്ടുക. അതായത് സ്ഥാനം മാറിയത് 20, പിറകിൽ നിന്ന് നോക്കിയപ്പോൾ അത് 10 ഗോകുൽ നിന്ന സ്ഥാനമായതുകൊണ്ട് നമുക്കത് മനസ്സിലായി. ആ 10 കൂട്ടുക, ശേഷം 1 കുറയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പരസ്പരം മാറിയ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, അതിനോട് പിറകിൽ നിന്നുള്ള സ്ഥാനം കൂട്ടുക. പിറകിൽ നിന്ന് 10 നമുക്ക് മനസ്സിലായി. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. അപ്പോൾ 20ഉം 10ഉം 30, 30 - 1 = 29 എന്ന് കിട്ടി. 29 നമ്മുടെ ആൻസർ. 18-ാമത്തത് 29 ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 18 ഓപ്ഷൻ സി. ഓക്കെ, ഇനി 19-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 19 നോക്കൂ, ഡിവിഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഭിന്നസംഖ്യകളെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കും അല്ലേ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ മിശ്ര ഭിന്നങ്ങളെല്ലാം നമുക്ക് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. 8/1/3 അതിന് എനിക്ക് എങ്ങനെ എഴുതാം? 25/3 എന്ന് എഴുതാം. ഓക്കെ, 3 24 1 25/3 ഹരിക്കണം. അടുത്തത് 10/5/7 എങ്ങനെ എഴുതാം? 75/7 എന്ന് എഴുതാം. ഹരിക്കണം. 2/2/9 20/9 എന്ന് എഴുതാം. ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ഹരിക്കണം തന്നെയാണ്, അതിലൊന്നൊരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് ഇതാണ് താഴേക്ക് ചെയ്യേണ്ടത്. ചെയ്ത് കാണിച്ചു തരാം, എൻ്റെ കൂടെ ചെയ്യണേ. അപ്പം 25/3 ഹരിക്കണം 75/7 എന്നുള്ളത് എന്താവും? ഗുണിക്കണം 7/75. വീണ്ടും ഒരു ഹരിക്കണം 20/9 എന്തായിട്ട് മാറും? ഗുണിക്കണം 9/20. അതായത് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അത് നമുക്ക് അറിയാവുന്ന ഒരു റൂളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഓരോന്നും ക്യാൻസൽ ചെയ്ത് നോക്കുക. ഓക്കെ, ക്യാൻസൽ ആയാൽ ലാസ്റ്റ് നമുക്ക് 7/20 എന്നാണ് ആൻസർ വരിക. 7/20 എന്ന് ആൻസർ വരും. നമുക്ക് നോക്കാം ഓപ്ഷനിലുണ്ടോ 7/20 എന്നുള്ളത്. 19 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 7/20 നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. ഇനി 20-ാമത്തെ ചോദ്യം. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 154 ആയാൽ ചെറിയ സംഖ്യ എത്ര? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളെ ഞാൻ എങ്ങനെ എടുക്കുകയാണ്? ആദ്യത്തെ സംഖ്യ x + 1 x + 2 x + 3 കഴിഞ്ഞ x + 4 ഇല്ല. 1 2 3 4 4 ചോദിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാം കൂടി തുക 154 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൂട്ടാം. x + 1 x + 2 x + 3 = 154. ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടിക്കേ. എത്ര എക്സ് ഉണ്ട്? 4 എക്സ് ഉണ്ട്. അപ്പോൾ 4x + 1 + 2 3 3 + 3 6 4x + 6 = 154 എന്ന് കിട്ടി. ശേഷം 4x = എന്ത് വരും? 154 - 6 എന്ന് വരും. അത് ചെയ്താൽ എന്ത് കിട്ടും? 148 എന്ന് കിട്ടും. അപ്പോൾ 4x = 148 എന്ന് കിട്ടി. ഇനി x = എന്ത് വരും? 148 / 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 37. അപ്പം നമുക്ക് എക്സ് തന്നെയാണ് 37 എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ എന്ത് തന്നെയാണ്? 37 തന്നെയാണ്. അപ്പം 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 37 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 20 ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 21. വില കാണുക. ഇവിടെ കുറേ ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കിക്കേ. ഞാനിവിടെ ചെയ്യാം.
എന്താണ് 50, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നുണ്ട്, 3/4 മൈനസ് 20 1/2 പ്ലസ് 10 1/4 പ്ലസ് 3/2. ഓക്കെ, ചെയ്ത് നോക്കാം. 200 203/4 മൈനസ് ഞാനിങ്ങനെയല്ല ചെയ്തത്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 മൈനസ് 20 പ്ലസ് 10 ശേഷം ഈ ഭിന്നസംഖ്യകളൊക്കെ വേറെ കൂട്ടി. 3/4 മൈനസ് 1/2 പ്ലസ് 1/4. പിന്നെ ആരുണ്ട്? ഒരു 3/2. 3/2 വിട്ടു പോകരുത്. അപ്പോൾ 50 20 പോയാൽ 30. 30 പ്ലസ് 10 40 എന്ന് കിട്ടി. ഓക്കെ, ഈ 40 നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഭിന്നസംഖ്യേൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി ആൻസർ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിനോമിനേറ്റർ 4 എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്താൽ 3 മൈനസ് 2 പ്ലസ് 1 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഡിനോമിനേറ്റർ 4 ആക്കി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അംശത്തിൽ എന്തൊക്കെ കൊണ്ട് ഗുണിക്കണം എന്ന് മനസ്സിലാവുമല്ലോ. അപ്പം 4 എന്നായി. അപ്പം 3 മൈനസ് 2 പ്ലസ് 1 പ്ലസ് 6 ചെയ്താൽ എന്ത് കിട്ടും? 3 മൈനസ് 2 1 1 1 2 2 6 8 8/4 എന്നാവും. ഓക്കെ, അതായത് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 8/2 എന്ന് എനിക്ക് കിട്ടും. 8/2 എന്താണ്? 8/2 8/2 അല്ല, 8/4 അല്ലേ? ഇവിടെ 4 അല്ലേ? 8/4 എന്ന് കിട്ടും. 8/4 2 അപ്പോൾ എന്ത് വരുന്നു? 40 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 42 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അതായത് ഇവിടെ നിന്നും ഇതിൻ്റെ മുന്നിലുള്ള ഈ നമ്പറുകൾ ഉണ്ടല്ലോ, അതിനെല്ലാം പുറത്തേക്ക് എടുത്തിട്ടു. പ്ലസ് ഈ ഭിന്നസംഖ്യകളെല്ലാം ഞാൻ കൂട്ടിയിട്ടു. അങ്ങനെ ചെയ്തപ്പോൾ 42 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. 42 കിട്ടിയത്. നമുക്ക് നോക്കാം ഓപ്ഷനിൽ 42 ഉണ്ടോ എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 21 ഓപ്ഷൻ ഡി 42. ഓക്കെ, അടുത്തത് നോക്കൂ. ശതമാനം. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 35% മാർക്ക് വേണം. 100 മാർക്ക് നേടിയ കുട്ടി 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? അപ്പോൾ പരീക്ഷ എത്ര മാർക്കിന് നടത്തി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 100% എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ശതമാനം നമുക്ക് തന്നിട്ടുള്ളത്? 35% മാർക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ മാർക്ക് എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്താ പറഞ്ഞത്? 100 മാർക്ക് നേടിയ കുട്ടി 40 മാർക്കിൻ്റെ കുറവിലാണ് പരാജയപ്പെട്ടതെന്ന് മനസ്സിലായി. അപ്പം ഈ 100 മാർക്കുള്ള കുട്ടിക്ക് ആ 40 മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വിജയിക്കുമായിരുന്നു. ആ ശതമാനം എത്രയാണ്? വിജയിക്കേണ്ട ശതമാനം 35% മാർക്ക് വേണം. അപ്പം എന്ത് മനസ്സിലായി? 100 പ്ലസ് 40 140 ആ വിജയിക്കാനുള്ള ശതമാനം എന്ന് മനസ്സിലായി. അതായത് 35% എന്താണെന്ന് മനസ്സിലായി? 140 മനസ്സിലായി. അപ്പം നമുക്ക് എന്ത് എഴുതി നോക്കാം? 35% ഇസ് ഈക്വൽ ടു 140. 140 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്, അതായത് 100%. ഇനി ഇതെന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. അതായത് 100 × 140 ഡിവൈഡഡ് ബൈ 35 ചെയ്യുക. ചെയ്താൽ എന്ത് വരും? വെട്ടി ചെറുതാക്കി നോക്കൂ. 7 20 20 20 × 20 400 മാർക്ക് എന്ന് നമുക്ക് ആൻസർ കിട്ടും. 400 മാർക്ക് എന്നാണ് കിട്ടുക. 22ൻ്റെ ആൻസർ 400 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 22 ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി 23 നോക്കൂ. ഒരാൾക്ക് 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്ര? ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി, എന്നിട്ടോ 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ എന്ന് എഴുതുക. ഇത് രൂപ എന്നാണ് എഴുതിയത്.
രൂപ എന്നെഴുതി, പിന്നെ എണ്ണം എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ രൂപ എത്രയാണ്? 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങിയിട്ട് 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുക. 11 × 110 ചെയ്താൽ എന്ത് വന്നു? 1210 എന്നും വന്നു. 100 × 10 ചെയ്താൽ 1000 എന്നും വന്നു. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 1210 1000 പോയാൽ 210. ഈ 210 വേണം, ഈ 1000 നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലാഭശതമാനം = ആ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഏറ്റവും ചെറിയ സംഖ്യ ഇൻറ്റു 100. ശതമാനമാണല്ലോ, ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഡിവിഷൻ അല്ല, പൊതുവ്യത്യാസം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? വ്യത്യാസം ഡിഫറൻസ് എന്താണ്? 210 ആണ്. 210 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഏതാണ്? 1000 ഇൻറ്റു 100 ചെയ്യുന്നു. 0 പോയി, ഈ 0 പോയി. എത്ര കിട്ടി? 21% എന്ന് ലാഭശതമാനം കിട്ടി. 21% എന്ന് കിട്ടി. എന്താണ്? ആദ്യം രൂപ എന്ന് എഴുതി, എണ്ണം എന്ന് എഴുതി, ക്വസ്റ്റ്യനിൽ തന്നതെല്ലാം എടുത്തെഴുതി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത ഉത്തരങ്ങൾ ഇവിടെ എഴുതി, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ഈ ഡിഫറൻസും നമുക്ക് വേണം, ഈ ചെറിയ സംഖ്യയും നമുക്ക് വേണം. നമ്മുടെ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ആ വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു 100. ഡിഫറൻസ് എത്രയാണ്? 210 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞപ്പം 21% എന്നാണ് എനിക്ക് എൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് 21% 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ.